നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ വിശേഷിച്ചും ചുറ്റുപാടുകളിൽ സാംസ്കാരികമായ അധപ്പതനങ്ങൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പെൺകുട്ടികളെ വേട്ടയാടാനും ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും ഒക്കെയുള്ള റാക്കറ്റുകൾ വർക്ക് ചെയ്യുന്ന കാലമാണിത്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല സൗഹൃദ ബന്ധം അവരുടെ സ്കൂളുകളിലും അവരുടെ കോളേജുകളിലും അവർ പഠിക്കുന്ന ഹോസ്റ്റലുകളിലും അവർ യാത്ര ചെയ്യുന്നിടത്തൊക്കെ നല്ല സൗഹൃദ ബന്ധങ്ങൾ അള്ളാഹു നൽകുകയും വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കൾ അള്ളാഹു കാത്തു രക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികൾ അച്ചടക്കത്തോടുകൂടെ വളരുന്നത് അനിവാര്യമാണ്. നമ്മുടെ മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവർക്ക് ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുന്നവരായി വളരേണ്ടത്. നമ്മുടെ പെൺമക്കൾ അച്ചടക്കമുള്ള വസ്ത്രവിധാനത്തിലൂടെ അച്ചടക്കമുള്ള സംസ്കാരത്തിലൂടെ വളരുന്നത്. ഇതെല്ലാം അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട സമയമാണ് ഈ പരിശുദ്ധമായ റമളാനിന്റെ നോമ്പെടുത്ത പകലുകൾ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അത് നൽകട്ടെ. ഫാത്തിമ ബിൻതു മുഹമ്മദ് റളിയല്ലാഹു അൻഹ, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ബീവിയിലൂടെയാണ് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നത്. അഷ്റഫുൽ ഖൽഖിന്റെയും അവിടുത്തെ ഭാര്യമാരുടെയും കുടുംബജീവിതത്തിൽ നിന്നാണ് നമ്മൾ നമ്മുടെ കുടുംബജീവിതം മനസ്സിലാക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ജീവിതത്തിൽ നിന്നാണ് ഒരു ഭർത്താവ്, ഒരു പിതാവ് എന്ന നിലയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തിരുചര്യയിൽ നിന്നാണ് എന്റെ ജീവിതം എങ്ങനെയാണ് ഞാൻ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത്. വിശദമായി മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു സമയവും സന്ദർഭവും അല്ല ഇത് എന്നതുകൊണ്ട് തന്നെ സൂചനകൾ മാത്രം നൽകി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർ വഫാത്താകാൻ പോകുന്ന നേരം, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി 6 മാസങ്ങൾക്ക് ശേഷമാണ് 21ാമത്തെ വയസ്സിൽ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. 21 വയസ്സായിരുന്നു മരിക്കുമ്പോൾ. 21 വയസ്സ്, ഒരു ചെറുപ്പക്കാരിയാണ്. കാര്യമായ സുഖമൊന്നുമില്ല. പക്ഷേ നബിതങ്ങൾ തന്നെ വഫാത്താകുന്ന സമയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ നബിതങ്ങൾ പ്രിയപ്പെട്ട മോളെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ ബീവിയോട് 2 സ്വകാര്യം പറഞ്ഞു എന്നല്ലേ. ഒരു സ്വകാര്യം പറഞ്ഞു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. 2ാമത്തെ സ്വകാര്യം പറഞ്ഞു, ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. അങ്ങനെയാണ് ഹദീസിലുള്ളത്. എന്താ ആദ്യം പറഞ്ഞെന്നറിയോ? മോളെ, ഇത് ഉപ്പയുടെ ദുന്യാവിൽ അവസാനത്തെ ദിവസമാണ്. ഉപ്പ ഇന്ന് വഫാത്താകും മോളെ. ഫാത്തിമ ബീവി കരഞ്ഞു എന്നാ. പിന്നെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഒരു കാര്യം കൂടെ. അതിൽ ബീവി ചിരിച്ചു. എന്താ? ഞാൻ മരിച്ചാൽ എന്റെ കൂടെ ആദ്യം വന്നു ചേരുന്നത് മോളാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ കൂടെ ആദ്യം വന്നു ചേരുന്ന മോൾ. എന്താണ്? വാപ്പ മരിച്ചാൽ ഉടനെ മോള് മരിക്കും. അത് പറഞ്ഞപ്പോ സന്തോഷിച്ചു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. നമ്മളാണെങ്കിൽ പെണ്ണുങ്ങൾ കൂട്ടക്കരച്ചിലായിരിക്കും. റബ്ബേ, വാപ്പ മരിച്ചു, ഇനി ഞാനും പിന്നാലെ പോവാണോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. എന്റെ ഉപ്പയുടെ അരികത്തേക്ക് പോവുകയാണ്. ഞാനാണല്ലോ ആദ്യം എന്റെ ഉപ്പയുടെ കൂടെ പോകുന്നത്. അങ്ങനെ ആ ഒരു വാക്ക് സാധ്യമാവാണ്. നബി തങ്ങളുടെ വാക്കുകൾ അത്ഭുതമാണ്. അവിടുന്ന് പറഞ്ഞതൊന്നും പഴച്ചിട്ടില്ല, പിഴക്കൂല. കാരണം അള്ളാഹു നൽകുന്ന ദിവ്യബോധനമായിരുന്നു അവിടുന്ന് സംസാരിച്ചത്. തങ്ങൾ പറഞ്ഞു, തങ്ങളുടെ കുടുംബത്തിൽ പിന്നെ ആദ്യത്തെ മരണം 6 മാസത്തിനുള്ളിൽ ഫാത്തിമ ബീവിയുടേതാണ് റളിയല്ലാഹു അൻഹ. ആ സമയം ഫാത്തിമ ബീവിയുടെ കൂടെയുണ്ട് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. അസ്മാ ബിൻതു ഉമൈസ്, അബൂബക്കർ സിദ്ദീഖ് എന്നവർക്ക് ഒരു അസ്മാ ബീവിയുണ്ട്, അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയുടെ ഉപ്പ വഴിക്കുള്ള സഹോദരിയാണ്. ഉമ്മ വേറെയാണ്. 2 പേരുടെയും അസ്മാ ബീവി ഉണ്ട്, ആയിഷ ബീവിയുടെ സഹോദരി. ഇത് ആ അസ്മാ അല്ല, റളിയല്ലാഹു അൻഹ അല്ല, ഇത് അസ്മാ ബിൻതു ഉമൈസ് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു മുഅ്തത്തിലേക്ക് പോയി. അവിടുന്ന് വഫാത്തായപ്പോ, ഷഹീദായപ്പോ നബിതങ്ങൾ ജഅഫർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ സമയം അസ്മാ ബീവി കുട്ടികളൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിരുന്നു. കാരണം നബി തങ്ങളുടെ അതേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപവും സ്വഭാവവും ജഅഫർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. നബിയുടെ കസിനാണല്ലോ ജഅഫർ എന്നവര്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ജഅഫർ തങ്ങളുടെ ഉപ്പ അബൂ ത്വാലിബ് നബി തങ്ങളുടെ മുത്താപ്പയാണ്, നബി തങ്ങളുടെ പിതാവിന്റെ ജ്യേഷ്ഠനാണ്. അവരുടെ മോനാണ് ജഅഫർ എന്നവർ. നബി തങ്ങൾ ജഅഫർ എന്നവർ നോക്കി പറയും, ജഅഫറെ അശ്ബഹത ഖൽഖി വ ഖുലുഖി, ജഅഫറെ നിങ്ങൾക്ക് എന്റെ രൂപവും എന്റെ സ്വഭാവവും അല്ലാഹു നൽകിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു വന്ന് അസ്മാ ബീവി മക്കളെ കുളിപ്പിച്ച് നിർത്തിയിരുന്നു. ജഅഫർ തങ്ങൾ വഫാത്തായത് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. നബി തങ്ങൾ വന്നപ്പോ കൊച്ചുമക്കളാണ്, കൽ ഫിറാഖ്, പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെ എന്നാ പറഞ്ഞ ഹദീസിലൊക്കെ. ആ മക്കൾ ഓടി വന്ന് വാപ്പയായി വരുന്നത് വിചാരിച്ച് നബി തങ്ങളെ കാണുമ്പോൾ വാപ്പയാണെന്ന് തോന്നുമായിരുന്നു. അങ്ങനെ ജഅഫർ തങ്ങളുടെ അതേ രൂപം, നബി തങ്ങളുടെ രൂപമാണ് ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ റളിയല്ലാഹു തആല. ആ ഒരു നേരം നബി തങ്ങൾ അസ്മാ ബീവിയോട് പറഞ്ഞു, അസ്മാ കരഞ്ഞു അസ്മാ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ തലയോടിയിട്ട് തങ്ങളുടെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരുമ്പോ അസ്മാ ബീവി ചോദിച്ചിരുന്നു, നബിയെ, എന്താ നബി അങ്ങ് കരയുന്നത്?
ജാഫർ എന്നവരെ കുറിച്ച് വല്ല വിവരവും അങ്ങേക്ക് ലഭിച്ചോ? അതേ എന്ന് പറഞ്ഞു. ജാഫർ എന്നവർക്ക് എന്തു പറ്റി നബിയെ? ഖുതില, ബഹുമാനപ്പെട്ടവർ ഷഹീദായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അസ്മാ ബീവി അങ്ങ് കരയാൻ തുടങ്ങി. ഔലാദ, മക്കളെ യതീമാക്കിയവർ പോയല്ലോ, ഈ കൊച്ചുമക്കളെ യതീമാക്കി പോയല്ലോ എന്ന് കരഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, അസ്മാ അസ്മാ ബീവി, നിങ്ങൾ ദാരിദ്ര്യമാണോ പേടിക്കുന്നത്? അസ്മാ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി, കുട്ടികൾക്ക് ആരുണ്ടാവില്ലേ എന്ന് പേടിക്കുകയാണോ? ഔലാദുക്കി ഔലാദി, എന്റെ കസിൻ ജാഫറിന്റെ മക്കൾ എന്റെ മക്കളാണ്. ഞാൻ അവരുടെ വാപ്പ നോക്കുന്ന പോലെ അതിലേറെ എന്റെ മക്കളെ പോലെ ഞാൻ അവരെ വളർത്തും അസ്മാ എന്നൊക്കെ അസ്മാ ബിവിയെ സമാധാനിപ്പിച്ചു കൊടുത്ത അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ. അസ്മാ ബിവി അന്ന് ഫാത്തിമ ബിവിയുടെ അരികത്ത് കിടക്കുകയാണ്. 21 വയസ്സുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ, 6 മാസമായിട്ടുള്ള വാപ്പ വഫാത്തായിട്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പറയാൻ വേണ്ടി പോകുമ്പോ അന്ന് ആദ്യമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബിവി പറഞ്ഞു, അസ്മാ, ഈ അസുഖത്തിൽ ഞാൻ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉപ്പയുടെ കാലശേഷം ആദ്യമായി ഉപ്പയുടെ അരികത്തേക്ക് വരുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അസ്മാ. അതുകൊണ്ട് എന്റെ ഒരു വിഷമം ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ്. എന്തേന്ന് ചോദിച്ചു. ഒന്നുമല്ല അസ്മാ ബീവി, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകുമ്പോ അതൊരു പലകയിലാ അന്ന് ഇന്നത്തെ മയ്യത്ത് കെട്ടില് പോലെ സൈഡുകളൊന്നും എന്തില്ല, സൈഡ് വെച്ചിട്ടില്ല, സൈഡിൽ പലകകളൊന്നും ഉണ്ടാവില്ല. ഒരു പലക മാത്രമാണ്, അതിന്റെ മീതെ കടത്താണ്. അങ്ങനെ എന്നെ കൊണ്ടുപോകുമ്പോ ഞാനൊരു പെണ്ണല്ലേ, എന്റെ ശരീരം വസ്ത്രം കൊണ്ട് മറച്ചാൽ തന്നെയും എന്റെ ശരീരത്തിന്റെ നീളമോ വണ്ണമോ എന്റെ ശരീരത്തിന്റെ ആകൃതിയോ എന്നെ ഖബറിലേക്ക് നിങ്ങൾ ചുമന്നു കൊണ്ടുപോകുമ്പോ വഴിവക്കിലുള്ള ആണുങ്ങൾ പുരുഷന്മാർ എന്റെ ശരീരത്തിലേക്ക് നോക്കില്ലയോ അസ്മാ? അത് ഓർക്കുമ്പോ എനിക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട് മരിക്കാൻ തന്നെ. സുബ്ഹാനല്ലാഹ്, നോക്കണം, നമ്മുടെ വഴിവക്കിലൂടെ അങ്ങാടിയിലൂടെ യഥേഷ്ടം പല രീതിയിലും വസ്ത്രധാരണം ചെയ്ത് ഓടി നടക്കുന്ന കറങ്ങി നടക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ 21 വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ മുത്തനബിയുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അച്ചടക്കത്തിലും നല്ല ഒരുമയിലും നല്ല ലജ്ജയിലും ജീവിച്ച മഹദി റളിയല്ലാഹു അൻഹ. മഹദി ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഖൈറുൽ ലിൻനിസാ ലൗ ലം തറൈന റിജാല, പുരുഷന്മാരെ കാണാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതായിരുന്നു പെണ്ണുങ്ങൾക്ക് നല്ലത് എന്ന് പറയുമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്ന അന്യ ആളുകളുമായി ഇടപഴകാതെ ഫാത്തിമ ബീവിയുടെ വിഷമം പറഞ്ഞത്, മരിച്ചു കൊണ്ടുപോകുമ്പോ എന്റെ മയ്യത്ത് നിങ്ങൾ പൊതിയുമ്പോ എന്റെ ശരീരത്തിന്റെ ആകൃതി പുരുഷന്മാർ കാണില്ലേ, അതൊരു മോശല്ലേ? ഇത് പറഞ്ഞപ്പോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻത് ഉമൈസ് ബീവി പറഞ്ഞു, ഫാത്തിമ ബീവി, അതിനൊരു പരിഹാരമുണ്ട്. ഞാൻ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ പെണ്ണാണ്, ഇസ്ലാമിന്റെ ആദ്യകാലം. അന്ന് എത്യോപ്യയിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എത്യോപ്യക്കാർ ക്രിസ്ത്യാനികളാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ചവരാണ്. നബി ഞങ്ങളുടെ തൊട്ട് മുമ്പ് വന്ന നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്ന് പറയും. ഈസാ നബിയാണ്, നമുക്ക് അതല്ല, ദൈവപുത്രനല്ല, ദൈവവുമല്ല, അള്ളാഹുവിന്റെ നബിയാണ്, വിശുദ്ധ പ്രവാചകനാണ് ഈസാ നബി എന്ന് വിശ്വസിക്കുന്നവരാ മുസ്ലിമീങ്ങൾ, നമുക്കറിയാം. അപ്പോ ഈസാ നബിയെ വിശ്വസിക്കുന്ന ആളുകളാണ് അവരവിടെ ഒരു മയ്യത്ത് കെട്ടിലുണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അസ്മാ ബീവി 4 പലക കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കാണിച്ചു കൊടുത്തു, ഫാത്തിമ ബീവി, ഇങ്ങനെ ഒരു മയ്യത്ത് കെട്ടിൽ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ് സൈഡിലൊക്കെ ഇന്ന് നമ്മൾ കാണുന്ന മയ്യത്ത് കെട്ടിലില്ലേ, മേലെ മറച്ചതല്ല, സൈഡൊക്കെ തടവുള്ള ആ ഒരു രീതിയിൽ പലക വെച്ച് കാണിച്ചു കൊടുത്തു. അല്ല ഫാത്തിമ റളിയല്ലാഹു അൻഹ, നിങ്ങളെ ഞങ്ങൾ ഇതുപോലെയുള്ളൊരു കട്ടിലിൽ കൊണ്ടുപോയാൽ എന്താ, വല്ല കുഴപ്പമുണ്ടോ? അൽഹംദുലില്ലാഹ്, അതെനിക്ക് സന്തോഷമാണ്. ആളുകൾ കാണില്ലല്ലോ എന്നെ, എന്റെ ശരീരഭാഗം ആളുകൾ കാണില്ലല്ലോ. എങ്ങനെ ശരീരം ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന കുളിപ്പിച്ച് വൃത്തിയാക്കി മുഴുവൻ മറച്ചിട്ടാണ്, എന്നാൽ പോലും ഞാനൊരു പെണ്ണല്ലേ, അന്യ പുരുഷന്മാരെന്നെ കാണില്ലയോ എന്ന് വിഷമിച്ചുപോയി കരഞ്ഞ മഹദി റളിയല്ലാഹു അൻഹ ഉപ്പയുടെ വഫാത്തിന്റെ ശേഷം പുഞ്ചിരിച്ചത് ഇങ്ങനെയാണ് നിങ്ങളുടെ മയ്യത്ത് കെട്ടിൽ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ്. വാപ്പ വഫാത്തായതിന്റെ ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചത്, ഇങ്ങനെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ്. അങ്ങനെ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സൈഡുകളിൽ മറവുള്ള മയ്യത്ത് കട്ടിലിൽ ആദ്യമായി ഖബറിലേക്ക് യാത്ര പോയത് നബി തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. എന്റെ പെൺകുട്ടികളോട്, സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്, ഇത്രയും അച്ചടക്കമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വസ്ത്രവിധാനത്തിലും നമ്മൾ അന്യാണുങ്ങളോട്, അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നതിൽ, നമ്മൾ അവരുമായി ഇടപഴകുന്നതിൽ, മിങ്കിളാവുന്നതിൽ, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രവിധാനത്തിൽ അപാകതകളിൽ എത്ര ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കണം.
എത്ര നല്ല മാറ്റം നമ്മൾ വരുത്തേണ്ടവരാണെന്ന് ഈ സന്ദർഭത്തിൽ റമദാനിന്റെ പകലിൽ എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധിയും പരിപാലനവും തന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഈ റമദാനിന്റെ ഏറ്റവും പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സിലേക്ക് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് കടന്നു വന്ന സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ റബ്ബേ.